ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നിഫ്റ്റി അഗൈൻ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇവന്റ് മാർക്കറ്റിനെ പാസ് ചെയ്ത് പോയി. അത് ചെറിയ രീതിയിലെങ്കിൽ പോലും മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിഡ് ക്യാപ് സ്മാൾ ക്യാപ്പിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷൻ നമ്മൾ കണ്ടു. എല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരുന്നു. സ്റ്റിൽ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു മന്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വോളറ്റിലിറ്റി തന്നെയാണ്. പ്രോപ്പർ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുമെന്ന് കരുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കും സഡൻ മൂവ്മെന്റ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസ്ക് റിവാർഡ് പിക്ക് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് മാത്രം മാർക്കറ്റിനെ നോക്കി കാണാം. പ്രോപ്പറായിട്ട് ഒരു റാലി കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് മാർക്കറ്റിനെ കാണാതെ കുറച്ചൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൺസർവേറ്റീവ് ആയതിനു ശേഷം അഗ്രസീവ് ആവാതിരിക്കുക. നമ്മൾ വലിയ രീതിയിലുള്ള ഫണ്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുക. നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡുകൾ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ മന്തിലും ഓരോരോ ഇവൻറ്റ്സ് വരുന്നുണ്ട്. മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ അതിനെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. എനിവേ, നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്കാണ് സംഘം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. സംഘം ഇന്ത്യ ലിമിറ്റഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 എൻട്രി പോയിന്റുകൾ. ഒന്ന് നമുക്ക് സേഫ് ആയിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് 455 എബോവ് വരികയാണ്, കട്ടിയാണ് പ്രൈസ് കട്ടിയാണെന്നുണ്ടെങ്കിൽ പോവാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിൽക്കുന്ന കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 420 അല്ലെങ്കിൽ 410 താഴേക്ക് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, ബുക്ക് ചെയ്യുക. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഇനിയും ഹോൾഡ് ചെയ്തുകൂടെ, നമുക്ക് തിരിച്ചെപ്പോഴെങ്കിലും ഈ ഒരു പ്രൈസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമൊക്കെ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടില്ലെന്ന്. നമ്മൾ ആ ഒരു ഏരിയയിലുള്ളൊരു പ്രൈസ് ആക്ഷൻ ബിഹേവിയറിനെ ബ്രേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ടെക്നിക്കലി അല്ല ഒരു ലോങ് ടൈമിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് പ്രൈസ് ബിഹേവിയർ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ലീവ് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക, ലീവ് ചെയ്യുക. ഇനി അഗൈൻ ഈ ഒരു ലൊക്കേഷനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മൂവ് തന്നെ സെയിം 455 എബോവ് വരികയാണെന്നുണ്ടെങ്കിൽ 480 അല്ലെങ്കിൽ 490 520 എന്ന് പറയുന്ന ലെവൽസ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഡയറക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ പ്രൈസ് ആക്ഷനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. നമ്മൾ തീർച്ചയായിട്ടും അതിന് ലീവ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നസ്ര ടെക്നോളജീസിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ് നമുക്ക് അപ്പ് സൈഡിലേക്ക് കിട്ടി. എഗെയിൻ നമ്മുടെ ആ ഒരു എൻട്രി പോയിന്റിലേക്കാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 6% മുകളിലുള്ളൊരു അപ്സൈഡ് മൂവാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എഗൈൻ നമ്മുടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1100 1120. ആ ലെവൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എൻട്രി ലൊക്കേഷനിലേക്ക് വന്നത്. ഇതിലൊരു ഫ്രഷ് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. 1050 എബോ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാം. എഗൈൻ 1100 1200 പറയുന്ന ലെവൽസ് തന്നെയായിരിക്കും നമ്മുടെ ടാർഗറ്റ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് ഓസ്വാൾ ഗ്രീൻ ടെക്. നമ്മൾ ഓസ്വാൾ ഗ്രീൻ ടെക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൻ്റെ എബോ ആണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ 12% മൂവ്മെൻറ്റ്. ഈ 12% മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം നമ്മൾ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞ ഒരു ഏരിയ ആണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. പലരും ആ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യാതെ അതിൻ്റെ പുറത്തേക്ക് എൻട്രി ചെയ്തതിന് ശേഷം തിരിച്ച് സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് ചെയ്യുക. ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ലീവ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു എൻട്രി എടുക്കുന്നതിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല മാർക്കറ്റിൽ സംഭവിക്കുക. ആ പ്രൈസ് ആക്ഷൻ അവിടെ നിന്ന് മാറും. ആ ബിഹേവിയറൽ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണ് വരിക. നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനാണ് ആ സമയത്ത് പഠിക്കേണ്ടത്. ആ ഒരു സ്റ്റോക്കിൽ എല്ലാവരും എൻട്രി ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്ന് അതൊരു പെന്നി സ്റ്റോക്ക് അല്ലെങ്കിൽ 60-50 രൂപയിൽ വില വരുന്ന ഒരു സ്റ്റോക്ക്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സിംഗിൾ ഡേയിൽ 12% മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു മൊമെൻറ്റം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അവിടെ നിന്ന് എക്സാക്ട്ലി അടുത്ത 3 ദിവസം സ്റ്റോക്ക് എന്ത് ചെയ്തു, അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് പിന്നെ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റോക്കിൽ ഞാനിനി ഫ്രഷ് എൻട്രി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് VA ടെക്. ഈ ഒരു VA ടെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് 2-3 ദിവസം എഗെയിൻ അവിടെ കൺസോൾഡേറ്റ് ചെയ്തു. പലരും അവിടെ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ ആ ഒരു ഏരിയയിലേക്ക് എത്താത്തിടത്തോളം കാലം നമ്മൾ അതിനെ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആ കൺസോൾട്ടേഷൻ കഴിഞ്ഞു. ലാസ്റ്റത്തെ നമ്മൾ ഫ്രൈഡേ ക്ലോസിങ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏകദേശം ഒരു 9% മൂവ്മെൻറ്റ് സിംഗിൾ ഡേയിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു ഓൾമോസ്റ്റ് 10% നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻട്രി ലൊക്കേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 9.5% മേലെയാണ്
രീതിയിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ബുക്ക് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ എൻട്രി പോയിന്റിൻ്റെ തൊട്ട് താഴേക്ക് മാറ്റിയാലും മതി. ഈ ഒരു ലെവലിൽ നിന്ന് ഇനി ഫ്രഷ് എൻട്രി ഇല്ല. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റാണ് മീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് നൈൻടെക് സിസ്റ്റം. ഈ ഒരു സ്റ്റോക്കിലും ഓസ്വാൾ ഗ്രീൻ ടെക്കിൻ്റെ പോലെ തന്നെയായിരുന്നു ചെറിയൊരു ഗ്യാപ്പ് അപ്പ്. ആ ഗ്യാപ്പിന് ശേഷം 12% മൂവ്മെൻറ്റ് ആ സിംഗിൾ ഡേയിൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫൈനൽ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 650 അല്ലെങ്കിൽ 680 ആ ലെവലിൻ്റെയൊക്കെ മുകളിൽ. സ്റ്റോക്ക് അന്നേ ദിവസം തന്നെ ഓൾമോസ്റ്റ് 690 ആണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റോക്കിൽ പിന്നെ നമുക്ക് ഫ്രഷ് എൻട്രി അവിടെ ഇല്ല. ഇവിടെയും ഫ്രഷ് എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ ഇനി നമ്മളെല്ലാ കണ്ടീഷൻസും അല്ലെങ്കിൽ എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമ്മളെ എല്ലാ ഏരിയനെയും ബ്രേക്ക് ചെയ്തു. നമുക്ക് അവിടെയാണെന്നുണ്ടെങ്കിൽ എൻട്രി കിട്ടാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ സ്റ്റോക്ക് ചെറിയ രീതിയിലൊരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുന്നു, സിംഗിൾ ഡേയിൽ തന്നെ 12% മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടീഷൻസും അന്ന് തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. കാരണം അതിനുശേഷം പിന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റം അല്ലെങ്കിൽ അവിടെ ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആ ലെവലിൽ കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ളൊരു സ്റ്റോക്കിൽ പിന്നെ നമ്മൾ എൻട്രി ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം പ്രകാരം ശരിയല്ല. ഇനി അഗെയിൻ ഇപ്പോൾ ഈ ഒരു ലെവൽ 700 ലെവലിലേക്കൊക്കെ വന്ന അവിടെ ഒരു കൺസോൾട്ടേഷനൊക്കെ വന്ന ഒരു ബ്രേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഞാൻ ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ ഒരിക്കലും ഈ ഒരു സ്റ്റോക്കിൽ ഇനി ഫ്രഷ് എൻട്രി എടുക്കുന്നില്ല. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രിസിഷൻ വയേഴ്സ്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് 180 ലെവലാണ്. അത് വ്യാഴാഴ്ച തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തൊക്കെ ലീവ് ചെയ്യുക, അല്ലാത്തത് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊരു കറക്ഷൻ നടക്കുമ്പോഴേക്കും ഒരുപാട് പേര് പാനിക് ആവുന്നുണ്ട്. ഇത് മാർക്കറ്റിലുള്ളൊരു സൈക്കിളാണ്. മാർക്കറ്റ് കുറച്ച് കാലം അപ്സൈഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് അപ്സൈഡിലേക്ക് പോകുന്നു, ആ ഒരു സെക്ടർ അപ്സൈഡിലേക്ക് പോകുന്നു, അതിനൊരു ഡൗൺ സൈഡ് വരും. മാർക്കറ്റ് താഴെ വരുന്നത് മുകളിൽ പോകാനാണ്, മുകളിൽ പോകുന്നത് ഒന്ന് താഴെ വരാനാണ്. സിമ്പിളായിട്ട് ഈ ഒരു ബേസിക് റൂളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് പൊട്ടൻഷ്യലി നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് തരാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ്, നമ്മളെ വാച്ച് ലിസ്റ്റിലെ ഏറ്റവും ആദ്യം വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ്. ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഫ്രൈഡേ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനിലാണ് നമ്മളെ സ്റ്റോക്ക് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് സ്റ്റോക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഒരു ഈക്വൽ ലോ വന്നതിന് ശേഷം അവിടെ നിന്നൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റുമാണ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഹൈയും കട്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളെ എൻട്രി എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 690 അല്ലെങ്കിൽ 685 ടു 700 നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 640 ബിലോ ആയിരിക്കും. നമ്മുടെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ഫൈനൽ ടാർഗറ്റ് വരുന്നത് 790 അല്ലെങ്കിൽ 800 എന്ന് പറയുന്ന ലൊക്കേഷൻ. അതായത് ലാസ്റ്റ് സ്റ്റോക്ക് റിജക്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു 740 അല്ലെങ്കിൽ 760 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 800 ആണ്. 740 ബിലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 685 ടു 700 ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സോനാകോംസ്. സോനാകോംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് എഗൻ താഴേക്ക് നല്ല രീതിയിൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൊമെൻറ്റം ഗെയിൻ ചെയ്ത് പ്രൈസ് അപ്പ് സൈഡിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഹൈ പോയിന്റിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാണ് 760ക്ക് എബോവ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 700 ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 830, സ്റ്റോക്ക് ഓൾറെഡി റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 880 അല്ലെങ്കിൽ 900 ആയിരിക്കും നമ്മുടെ ഫൈനൽ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കണമെന്നില്ല. 760 അല്ലെങ്കിൽ 755 എങ്കിലും സ്റ്റോക്ക് ഒരു 1 hour ക്ലോസിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്കാണ് സ്നോമാൻ ലോജിസ്റ്റിക്സ്. ഇപ്പോൾ ഈ ഒരു സ്നോമാൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈം ഫ്രെയിം ഒന്ന് വീക്കിലിയിലേക്കോ മന്ത്ലിയിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺഫോൾ വരുന്നു. അതിനുശേഷം സ്ട്രക്ചർ ബിഹേവിയർ ഒക്കെ മാറുന്നുണ്ട്. സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 83 ആണ്. അപ്പോൾ സ്റ്റോക്ക് നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺസോൾട്ടേഷൻ, സ്റ്റോക്ക് കുറച്ച് ടൈം ഫ്രെയിമിലായിട്ട് കൺസോൾട്ടേഷൻ. ഇപ്പോൾ നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലെവൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 88ന് എബോവ് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. അതല്ല, ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസായ 83 അല്ലെങ്കിൽ 82 ലെവലിൽ തന്നെ നമുക്ക് എൻട്രി നടത്താൻ പറ്റും.
ഏകദേശം ഒരു 75 ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി റിജക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, ഈ ഒരു ഏരിയ ആയിരിക്കും. അതായത് 94 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 100. ഈ ഒരു സ്റ്റോക്കിൽ 2 രീതിയിൽ എൻട്രി കൺസിഡർ ചെയ്യാം. 88ൻ്റെ എബോവ് കൺസിഡർ ചെയ്യാം സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്. അതല്ല കുറച്ച് റിസ്ക് ടേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് നല്ല രീതിയിൽ സ്ട്രക്ചർ ബിഹേവിയർ ഒക്കെ ചേഞ്ച് ആയി വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഹയർ ലോ ഫോർമേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റോക്ക് അടുത്തൊരു ഏരിയ കട്ട് ചെയ്ത് അപ്സൈഡിലേക്ക് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇനി അൺഫേവർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എന്ത് ചെയ്യാം, നമ്മൾ 75 ലീവ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് പോളിസി ബസാർ. PB ഫിൻടെക് എന്നാണ് സിമ്പൽ വരിക. സിമ്പൽ വരുന്നത് പോളിസി ബസാർ. ഫിൻടെക് എന്ന് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി 1 വീക്ക് മുമ്പ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്, ഷോർട്ട് ടൈമിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്റ്റോക്കും ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നല്ല രീതിയിൽ 1400-450 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അതൊരു ഓപ്പൺ ചെയ്ത്, അതായത് സ്റ്റോക്ക് IPO നടത്തി ലിസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ്ലി താഴേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ സ്റ്റോക്ക് എപ്പോൾ കട്ട് ചെയ്തോ അതിനുശേഷം സ്റ്റോക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മൂവുകൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അഗെയിൻ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ലെവൽസ്, ഞാൻ മാർക്ക് ചെയ്യുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ലെവല് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു സ്റ്റോക്ക് ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്തത്. 1700-700 സംതിങ്ങിലാണ് ടെലഗ്രാം കമ്മ്യൂണിറ്റിക്ക് ഷെയർ ചെയ്തത്. ഓൾറെഡി അവരൊരു 10% അടുത്ത് റാലിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഈ സ്റ്റോക്കിൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിലവിലെ മാർക്കറ്റ് പ്രൈസ് 1930 എന്ന് പറയും. അപ്പോൾ ആ ലെവലിൽ എൻട്രി ചെയ്യാം. അതല്ല ഒന്നുകൂടെ താഴേക്ക് വന്നിട്ട് 1860 ടു 1900 ഈ ലെവലിൻ്റെ ഇടയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലെവൽ അതായിരിക്കും. നമ്മളെ സ്റ്റോപ്പ് വരുന്നത് 1770 ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുന്നത്. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2000, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2100. ഈ 2 ലെവൽസ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ചെയ്യാനുള്ള റീസൺ, മുമ്പ് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്യാനുള്ള റീസണും ഇത് തന്നെയാണ്. ഏകദേശം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, ട്രെൻഡിങ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഡൗൺ സൈഡ്, ഒരു ഹൈ ഓടി ഫോം ചെയ്യുന്നു, എഗെയിൻ ഒരു ഡൗൺ സൈഡിൽ. ആ ഒരു ലെവൽ കട്ട് ചെയ്ത സമയത്താണ് നമുക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിക്ക് ഔട്ട് ചെയ്തത്. ഇനി എഗെയിൻ ഒരു ഡൗൺ സൈഡ് മൂവ്, ദെൻ അപ്പ് സൈഡ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് KPR മിൽസ് ആണ് നമ്മൾ നെക്സ്റ്റ് വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു പൊട്ടൻഷ്യൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കും ഏകദേശം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ബോക്സിനകത്ത് അതല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവാണ് കണ്ടിന്യൂസ്ലി നടത്തിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ഡെയിലി ക്ലോസിങ് അല്ലെങ്കിൽ വീക്ക്ലി ക്ലോസിംഗ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗാണ്. ഈവൻ കഴിഞ്ഞ 2 ദിവസത്തെ ഒരു ക്യാൻഡിൽ മൂവാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് കാണിക്കുന്നത്. നല്ല പൊട്ടൻഷ്യലുള്ള ബ്രേക്ക് ഔട്ടാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡിങ് മൂവ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്, ആ ഫോളോ അപ്പിലുള്ള ഒരു ട്രെൻഡിങ് മൂവ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 970. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം 960 കൺസിഡർ ചെയ്യാം. അതല്ല ഒരു 930 to 920 ലെവലിലേക്ക് സ്റ്റോക്കിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അവിടെയാണ്. അതിനുശേഷം എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റിസ്ക് മാത്രമേ സ്റ്റോക്കിനകത്ത് വരത്തുള്ളൂ. ഏകദേശം 830 എന്ന് പറയുന്ന ലെവൽ 835 ഒക്കെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 830 അല്ലെങ്കിൽ 835 പറയുന്ന ലെവലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 950-60 റേഞ്ചിൽ എൻട്രി ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നുകൂടെ താഴെ വന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു 40-50% ഒക്കെ താഴെ വന്നിട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്കിലെ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 1000-1100 ഈ 2 ലെവൽസാണ് നമ്മൾ സ്റ്റോക്കിൽ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത്. ഫർദറൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ട്രേഡ് ടിപ്സ് ബൈ SMK എന്ന് പറയുന്നത് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലായിരിക്കും. അവിടെ നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, ന്യൂസുകൾ, നമ്മൾ ഇവൻറ്റ്സ്, കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ പ്ലാനുകൾ, വ്യൂ എല്ലാം അവിടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എൻട്രീസിൻ്റെ തന്നെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അവിടെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. ആ ഒരു പ്രൈസിൽ തന്നെ ലീവ് ചെയ്യാം. കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാപിറ്റലിന് നഷ്ടം വരും. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, നിങ്ങളുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ ആക്കുക, ക്യാപിറ്റൽ മാനേജിങ് നിങ്ങൾ പ്രോപ്പർ ആക്കുക. ഇത്രയും ഒരു ഏരിയ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉള്ളത് നമ്മുടെ ക്യാപിറ്റലാണ്. എത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യണം, എത്ര ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണം, ഈ 2 കാര്യമേ നമുക്ക് കൺട്രോൾ ഉള്ളൂ. മാർക്കറ്റ് നമ്മുടെ കൺട്രോളിലല്ല. എനിവേ, താങ്ക് യു.